മഴക്കോളുണ്ട്, പുറത്തിറങ്ങണോ? സൈക്കിളാണെങ്കിൽ ഇന്നലെ സർവീസ് ചെയ്തിട്ടുള്ളൂ. പുറത്തിറങ്ങാം, മഴ പെയ്തൊക്കെ എറിയുന്ന പോരെ. ഇന്നലെ ചുമ്മാ മാപ്പിലെ നിയറസ്റ്റ് അട്രാക്ഷൻസ് നോക്കിയപ്പോ ഞാനൊരു അമ്പലം കണ്ടു. കേരള പഴനി എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. പഴനിമല പോലെ ഏതാണ്ട് കുന്നിന്റെ മുകളിൽ തന്നെയാണ് ഈ അമ്പലം. അപ്പൊ അതിന്റെ മുകളിൽ കയറി എന്തുമാത്രം വ്യൂ കിട്ടുന്നു കാണാൻ ഒരു ആകാംക്ഷ. പോകുന്ന വഴി മഴ കിട്ടി. ശരിക്കും പെട്ടു അടുത്തെങ്കിലും കയറി നിൽക്കാൻ സ്ഥലമില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോ സ്ഥലം കിട്ടി. സർവീസ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട് സൈക്കിൾ നനയ്ക്ക് ഒരു മടി. 2 ആഴ്ച കഴിയുമ്പോ ശരിയായിക്കോളും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഞാൻ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഒന്നും നോക്കിയില്ല, അടിവെച്ച് അങ്ങോട്ട് കയറി. ഒറ്റ മൈൻഡിൽ എവിടെ നിൽക്കാണ്ട് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് കയറി. ടോപ്പിൽ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം, ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളും. കയറേണ്ട ആവേശത്തില് സൈക്കിളിൽ നിന്ന് വെള്ളം എടുക്കാൻ മറന്നുപോയി. പെട്ടുപോയി ആലോചിച്ചിരുന്നപ്പോ അവിടെ തന്നെ ഉണ്ട് വെള്ളം. എന്തായാലും അതൊരു ഭാഗ്യമായിട്ടാ. ഇറങ്ങുമ്പോ സൂക്ഷിച്ചിറങ്ങണം, നല്ല വഴുക്കലുണ്ട്. ഇത് കൊള്ളാലെ, കയറി വരുന്നവർക്കൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഒരു കാര്യം മറന്നു, സ്റ്റെപ്പിന്റെ എണ്ണ എടുക്കാൻ. ഇറങ്ങി വന്നപ്പോ കാലൊക്കെ നല്ല വിറ. എന്തായാലും അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ അടുത്താണ് പുതിയതായിട്ട് വരാൻ പോണ തൃശ്ശൂർ സൂ. ഈ കൊല്ലം ജൂണിൽ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന പറഞ്ഞു കേട്ടാർന്ന്. അറിയില്ല ഇനി എന്നാ തുറക്കാന്ന്. എന്തായാലും അവിടെ റൈഡ് അവസാനിപ്പിച്ച് വീട്ടിക്ക് തിരിച്ചു. എവിടെ നിർത്താണ്ട് വീട്ടിക്ക് നേരെ പോവാന്ന് വിചാരിച്ചതാ. പക്ഷെ ഒരു പശു തോട്ടിയോടെ ഒലിച്ചു പോണാണ്ടപ്പോ നിർത്തി. അതിനെ രക്ഷിക്കണ്ടേ. പക്ഷെ പിന്നീടാണ് അതിനെ കുളിപ്പിച്ചോണ്ടിരിക്കണ ഓണറെ ഞാൻ കണ്ടേ. ആവേശത്തിന് തോട്ടിക്ക് എടുത്ത് ചാടിങ്ങ നാണക്കേടായനെ. പ്രോട്ടീൻ മേടിക്കാൻ നിന്ന ഗ്യാപ്പിൽ നല്ല മഴ അങ്ങോട്ട് പെയ്തു. നനയ്ക്കാൻ പല വഴികളും നോക്കി, പലവട്ടവും നോക്കി, സമ്മതിക്കില്ല. നനയാണ്ട് വീട്ടിലെത്തി. അപ്പൊ ബൈ ഗായ്സ്.